Hello, good morning. Good morning. Hello, കേൾക്കാല്ലേ? Hello, hello. Good morning, teacher. Good morning. Good morning. Yes, ready? All of you? Yes. So let's start. Sound ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ. Okay. So in the last class, നമ്മൾ എവിടെ പറഞ്ഞ് നിർത്തിയത്? ഏത് ഡിപ്പാർട്ട്മെന്റാ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേ? Ophthalmology. Very good. Ophthalmology എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് which relates to the investigation and treatment of eye problems in adults and children. അല്ലെ? കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും ഉണ്ടാകുന്ന കണ്ണിന്റേതായ പ്രശ്നങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ലൈക്ക് അത് ആ ഒരു ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, അതായത് പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ള ഐ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ, ആ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ്. ഒപ്റ്റോമെട്രി, നമ്മുടെ കണ്ണിന്റേതായ സ്ട്രക്ചറൽ ഡിഫക്ട്സ്, കണ്ണിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളൊക്കെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്നതോ മറ്റു പ്രോബ്ലംസോ ഒക്കെ ചികിത്സിക്കുന്ന ആ ഒരു വിഭാഗമാണ്, ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഒപ്റ്റോമെട്രി. അടുത്തത് ഓർത്തോപ്റ്റിക്സ് ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്. അതൊരു എക്സ്പേർട്ടിന്റെ ഗ്രൂപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളുടെ കണ്ണുകളുടെ ബോത്ത് ഐസ് ഹാവ് ടു വർക്ക് ടുഗദർ വിച്ച് ഈസ് കോൾഡ് ബൈനോക്കുലർ വിഷൻ. അല്ലെ? ബൈനോക്കുലർ വിഷൻ സാധ്യമാകുന്ന രീതിയിൽ നമ്മളുടെ രണ്ട് കണ്ണുകളുടെയും പ്രവർത്തനം ഒരേ രീതിയിൽ എന്ന് വെച്ചാൽ ഒരേപോലെ. when we are looking a point or an object, both eyes have to work together. അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് കണ്ണുകൾ രണ്ടും ഒരേപോലെ പ്രവർത്തിക്കണം. അതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുക. അതില് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ബൈനോക്കുലർ വിഷനെ എന്താ പറയാ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഭാഗമാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വേർഡ്. അത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. അതിന് രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഓർത്തോസ് എന്നും അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്നും രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡ് ആണ്. അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ഓർത്തോസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഓർത്തോസ് മീൻസ് സ്ട്രെയിറ്റ് എന്നാണ്, അല്ലെ? ആൻഡ് ഓപ്റ്റിക്കോ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്താ പറയാ റിലേറ്റിംഗ് ടു സൈറ്റ്, അത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേർഡ് ആണ് അതിന് വേണ്ടിയിട്ട് ഗ്രീക്ക് വേർഡ് നമുക്കിതിന് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് അനദർ സർവീസ് വിച്ച് ഈസ് കോൾഡ് ഓഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓർ ഡിഫക്ട്സ് ഓഫ് ഐ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ച് ഇന്നർ പാർട്സിലുള്ള കാര്യങ്ങളൊക്കെ ഇമേജിംഗ് ടെക്നിക്കിലൂടെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗം. ആ ഒരു സർവീസും ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ് ടു ദിസ് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. പഠിച്ചു വന്നിട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നോ? പഠിച്ചോ? യെസ് ഓർ നോ? ഇന്നൊരു ആക്റ്റീവ് അല്ലല്ലോ ആരും. ഒന്ന് വേഗം ഒന്ന് തമ്പക്കിട്, ഒന്ന് എനർജി വരട്ടെ. കാലത്തിന് ഒരു എനർജി, നിങ്ങളുടെ എനർജിയാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് തരാം,
അല്ലെ? നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തമ്പിടുക, യെസ് മാം. ഇപ്പൊ ഞാൻ 3 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് ഒരു ഗുഡ് മോർണിംഗ് എനിക്ക് തിരിച്ചു കിട്ടിയത്. സൗണ്ട് ഒന്നും മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എല്ലാവരും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ സൗണ്ട് ഓൺ ആക്കി എല്ലാവരും കൂടി ഒരു ഗുഡ് മോർണിംഗ് പറയാം. സോ ഇറ്റ് ഗിവ്സ് എ പോസിറ്റീവ് എനർജി ടു ദ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെ? ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആൾക്കും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊടുക്കുന്നതായിരിക്കും. ഒന്ന് ശ്രമിക്കുക അങ്ങനെയൊക്കെ. നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മള് മറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിയാക്ഷൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുമ്പോൾ വേഗം വേഗം തമ്പിടുമ്പോ കണ്ട അത് കൃത്യമായിട്ട് പിള്ളേർക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നിങ്ങൾ തമ്പൊന്നും ഇടുന്നില്ല, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ ക്ലിയർ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. നമ്മളുടെ എന്താ പറയാ, നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ഒന്ന് അങ്ങനെ റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് അവർ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ മസിൽസ്, നമ്മളുടെ എന്താ പറയാ സ്കെലിറ്റൽ മീൻസ് ബോൺസ്, ഇതുമായിട്ട് അതായത് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ മൊത്തം പ്രോബ്ലംസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഏതൊക്കെ പാർട്സ് ഓഫ് ദ ബോഡി ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വിച്ച് ഇൻക്ലൂഡ്സ് ബോൺസ്. ബോണസ് എന്നാണ് അവിടെ എഴുതിയേക്കണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ നോട്ടില് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ബോണസ് അല്ല, ബോൺസ്. BONES ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന, പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ അത് BONUS എന്നാണ്. നിങ്ങളുടെ അങ്ങനെയാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. BONES, ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ഈ ചലന ഞരമ്പൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. നമ്മുടെ കാലിന്റെ തന്നെ ഒരു ബാക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഞരമ്പ് പോലത്തെ വലിയ ഞരമ്പ് പോലത്തൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലിഗ്മെന്റ് പ്രോബ്ലംസ്, റീപ്ലേസിംഗ് ബോൺസ്. നമ്മുടെ അസ്ഥികളൊക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ വലിയ ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഹാവ് ടു ബി റീപ്ലേസ്ഡ്, അല്ലെ? മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെയുള്ളത്. പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഇടുപ്പൊക്കെ വലിയ ആക്സിഡന്റ്സിലോ വലിയ പൊക്കത്തിൽ നിന്നൊക്കെ വീണിട്ട് ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ മൊത്തം തകർന്നു പോയി കഴിയുമ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ടിന്റെ ആ ഒരു ഭാഗമില്ലേ നമ്മുടെ നമ്മളുടെ മുട്ടിനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗത്ത് ഒരു ഇതുണ്ട്, നമ്മൾ മുട്ടിന്റെ ചിരട്ട എന്നൊക്കെ പറയും, അല്ലെ? ഒരു ചിരട്ടയുടെ ഷേപ്പ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും. ആ ഒരു സംഭവമൊക്കെ എന്താ പറയാ റീപ്ലേസ് ചെയ്യുന്ന, മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിലൂടെയൊക്കെ മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഫങ്ഷൻസ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ്. അതായത് നമ്മുടെ പിള്ളേരൊക്കെ വല്ലതൊക്കെ പഠിച്ചു കയറി വീണു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചു, ക്രിക്കറ്റ് കളിച്ചു, വീണൊക്കെ കഴിയുമ്പോൾ കൈ ഒടിയ, കാലൊടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒടിയുന്നതൊക്കെ അതിന് നമ്മൾ അഡ്മിറ്റഡ് ആകണം. ഇൻപേഷ്യന്റ് ആയിട്ട് മാത്രമല്ല, അല്ലെ? പോകുന്നു, കയ്യൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ അത് വിളിച്ചിട്ടോ, ഡിസ്ലൊക്കേഷനും ഉണ്ട്. ഇതുപോലെ തന്നെ ജോയിന്റ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആക്കുക. ജോയിന്റ് എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. പക്ഷെ ചില ആളുകളുടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴുമ്പോ കുഴ തെറ്റുക, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. കുഴ തെറ്റുക, അത് കേട്ടിട്ടുണ്ടല്ലോ, മലയാളത്തിൽ അങ്ങനെയാ പറയാ. അപ്പൊ കുഴ തെറ്റുന്നത് അതൊക്കെ ഇവിടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണെന്നൊക്കെ പിടിച്ച് നേരേക്ക് ഇടുന്നത്. അപ്പൊ ഇത് ഔട്ട് പേഷ്യന്റ് സേവനങ്ങളിൽ കൊടുക്കുന്നതാണ്. അപ്പൊ അന്ന് തന്നെ പോയി അന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് വി ക്യാൻ ലീവ് ഹോസ്പിറ്റൽ വിട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഇൻപേഷ്യൻസ് ആക്കി വലിയ വലിയ ആക്സിഡന്റ്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ബോൺസിന്റെ പല ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടല്, അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം, ഓൾ ദീസ് തിങ്സ്. അപ്പൊ ആ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പാർട്സ് ഓഫ് ദ ബോഡി ഓർക്കുക: ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ് ഓർ ടെൻഡൻസ്, അത് വീണ്ടും ആവർത്തിച്ചിട്ടാണ്. പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഓൾ ദീസ് ആർ പ്രൊവൈഡഡ് അണ്ടർ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? എല്ലുകൾക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങള്, അതുപോലെ തന്നെ കുഴതെറ്റല്, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ്, അസ്ഥികളൊക്കെ മാറ്റിവെക്കുന്ന സർജറിയിലൂടെയൊക്കെ മാറ്റിവെച്ച് ചില ആളുകൾക്ക് എന്താ പറയാ അയൺ ഉപയോഗം, എന്താ പറയാ സ്റ്റീൽ വെച്ചിട്ടുള്ള അസ്ഥികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നമ്മൾ അറിയാം, അല്ലെ? അത് മാറ്റിയിട്ട് താൽക്കാലത്തേക്ക് സ്റ്റീലിന്റെ ഇതിട്ടിരിക്കുന്നു. കയ്യില് കാലിലൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്തവരും ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ നമ്മുടെ റിലേറ്റീവ്സിലോ ആരെങ്കിലും ഒക്കെ ഇതുപോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ളവരെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. ക്ലിയർ ആണോ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്?
മനസ്സിലായോ? 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. 2 അല്ല 3 സെന്റൻസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആകെ 3 സെന്റൻസ് ഉള്ളൂ. ഇത് എന്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് എഫക്ട് ദ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. സെന്റൻസ് ആൻഡ് ഈ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു? ദാറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് അടുത്ത സെന്റൻസ് തുടങ്ങിയാണ്. എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം ഇൻക്ലൂഡ്സ്. അങ്ങനെ ചേർത്ത് പഠിക്കണം അല്ലേ? അല്ലാതെ ദാറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങളെ പറഞ്ഞ ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, റിപ്ലേസിംഗ് ബോൺസ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഓൾ ദീസ് തിങ്സ്. ഇനി ഔട്ട് പേഷ്യന്റ് സർവീസസ് കൊടുക്കുന്നതായിട്ട് പറയുന്നത് ഫ്രാക്ചേഴ്സിനും ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സിനും. 3 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. യു ജസ്റ്റ് അണ്ടർലൈൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. ഇതും നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഫെമിലിയർ ആണോ? പോവാറുണ്ടോ? കൊച്ചുകുട്ടികളൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സന്ദർശിക്കാത്തവർ ചുരുക്കമായിരിക്കും, വളരെ റയർ ആയിട്ടായിരിക്കും. ബിക്കോസ് നമുക്കറിയാം കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. Then we cannot understand what is going on inside. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് വയറുവേദനയാണോ, തലവേദനയാണോ, എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. സോ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എന്താ പറയാ മനസ്സിലാക്കാനുള്ള ആ രീതിയിലുള്ള പഠനങ്ങളാണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനുള്ളത്. സോ പീഡിയാട്രീഷ്യൻസ്, അതായത് ഇവരിൽ സ്പെഷ്യലൈസ് ചെയ്തത് അണ്ടർസ്റ്റാൻഡ് കുട്ടികൾ ഇങ്ങനെ കരയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് ചിലപ്പോൾ നല്ല അവർക്കാണ് സാധിക്കുക. സോ നമ്മൾ ഇതുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ പീഡിയാട്രിക്സ് പ്രൊവൈഡ്സ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഓൾസോ ഇൻ പേഷ്യന്റ് കെയർ ഫോർ സിക്ക് ചിൽഡ്രൻ ആൻഡ് ഇൻഫന്റ്സ്. കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ ശിശുക്കളും വരും, ചിൽഡ്രനും വരും. അതായത് കുട്ടികള് അപ് ടു ദ ഏജ് ഓഫ് 15 years അല്ലെ, 15 വയസ്സോളം വരെ പ്രായമാകുന്ന കുട്ടികൾ വരും. ഇൻഫന്റ് ശിശുക്കൾ, അതായത് 2 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അതും ഇൻപേഷ്യന്റ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് പ്രൊവൈഡഡ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഈ 2 രീതിയിലും സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡോക്ടറെ കാണാം, തിരിച്ചു പോകാം. കുട്ടികൾക്ക് ഇച്ചിരി കൂടി സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള സമയവും അതുപോലെ തന്നെ അവരെ അടുത്തും വേണം. സോ ദേ ഹാവ് ടു ബി അഡ്മിറ്റഡ്. അങ്ങനെ വരുന്ന കുട്ടികളെ അവർ അഡ്മിറ്റ് ചെയ്യും. അത് എന്നിട്ട് പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ്. അതുകൊണ്ടാണ് 2 രീതിയിലും കൊടുക്കുന്നുണ്ട് സേവനം. നിയോനെറ്റോളജി ഈസ് എ സ്പെഷ്യാലിറ്റി. ഈ നിയോനേറ്റോളജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി വിഭാഗമാണ്. നമ്മുടെ പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയും. അതിന്റെ ഒരു വകഭേദം പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തെറിച്ചു വന്ന ഒരു സ്പെഷ്യാലിറ്റി സബ്ബാണ്. അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. കുറച്ചുകൂടി കൂടുതൽ കെയർ. ഇൻഫൻസ്, അതായത് നമുക്കറിയാം കുട്ടികൾക്കും ശിശുക്കൾക്കും ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇഫ് യു ഹാവ് ടു പ്രൊവൈഡ് സം എന്താ പറയാ മെഡിക്കൽ അറ്റൻഷൻ, ക്ലോസ് മെഡിക്കൽ അറ്റൻഷൻ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. അങ്ങനെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഏത് വിഭാഗമാണെന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ചൈൽഡ്, എസ്പെഷ്യലി ദോസ് ഹു ആർ പ്രീമച്വർ ബേബീസ്. അതായത് ഈ എന്താ പറയാ ആൻഡ് ഓൾസോ ഇൽ ബേബീസ്, അത് ജനിക്കുമ്പോഴേ തന്നെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ജനിക്കുമ്പോഴേ എന്തെങ്കിലും വയ്യായികകൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട് ജനിക്കുന്നത്, അല്ലെങ്കിൽ പ്രീമെച്യൂർഡ് ബേബീസ് ആയിട്ട് ജനിക്കുന്നത്. പ്രീമെച്യൂർഡ് ബേബീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രീമെച്യൂർഡ് ബേബീസ് കേട്ടിട്ടുണ്ടോ? ഒരു കുട്ടി മെച്യൂർഡ് ആകാനായിട്ട് അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ട് മെച്യൂർഡ് ആകാനായിട്ട് 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടോ എനിക്കറിയില്ല, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവര് പറയാ. ഇപ്പോഴത്തെ അമ്മമാരല്ല, കുറച്ചുകൂടി നെക്സ്റ്റ് അതിന് മുമ്പുള്ള ജനറേഷൻ അമ്മമാരൊക്കെ അത് തന്നെ പറയാറുണ്ട്. അതായത് അത്രയും കംപ്ലീറ്റ് ആകണം, അത്രയും ആ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയാലാണ് ആ ഒരു ബേബി അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് കംപ്ലീറ്റ്ലി അത് ഉണ്ടാകുക, അത് മെച്യൂർഡ് ആകാൻ കുട്ടി അല്ലെ, എന്നിട്ടാണ് അത് പുറത്തേക്ക് വരിക. പക്ഷെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പോൾ അമ്മയ്ക്കോ കുട്ടിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് നേരത്തെ ജന്മം കൊടുക്കേണ്ടി വരും, അത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ 6 മാസത്തില് അല്ലെ, മാസം തികയാതെ പ്രസവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. 6 മാസമോ അല്ലെങ്കിൽ 7 മാസത്തിന്റെ ബിഗിനിങ്ങിലോ ഒക്കെ കുട്ടികളെ പുറത്തെടുക്കുന്നത്. സോ ദേ ഹാവ് ടു ബി ഗിവൺ മോർ കെയർ ആൻഡ് ഓൾസോ മോർ അറ്റൻഷൻ. തീർച്ചയായിട്ടും അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ, കാരണം ഒരു 3 മാസം കൂടി സമയം ഉണ്ടായിരുന്നു അവരവിടെ കിടന്ന് പാകമാകാൻ.
അല്ലെ? എല്ലാ തരത്തിലും വളരണം, ബുദ്ധിപരമായിട്ട് അല്ലെ, ഫിസിക്കലായിട്ട്, ഓരോ അവയവങ്ങള്, ഹൃദയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളർച്ച കിട്ടേണ്ടതുണ്ട്. പക്ഷെ അത് കിട്ടാതെ ഇതുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കെയർ കൊടുത്ത്, കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ട് അവരെ കെയർ ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം. അതുകൊണ്ടാണ് പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി എന്ന് നമ്മൾ നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നത്. അപ്പൊ എസ്പെഷ്യലി ഫോർ ന്യൂ ബോൺ ചൈൽഡ്, അതായത് ജന്മനാ തന്നെ വൈയായികകളുള്ള കുട്ടികൾ, വൈകല്യങ്ങളും അല്ലട്ടോ ഉദ്ദേശിക്കുന്നത്, വൈകല്യങ്ങൾ മാത്രമല്ല, അല്ലാതെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പൊ ഹൃദയ സംബന്ധമായ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഓക്കെ, ബ്രീതിങ് പ്രോബ്ലം ആയിട്ടായിരിക്കാം, സം അതർ തിങ്സ്, ആൻഡ് ഓൾസോ പ്രീമേച്ചർ ബേബീസിനൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലാണ്, നിയോനെറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് അവർ കെയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിയോനെറ്റോളജി വിഭാഗത്തിൽ there is a special ICU. ഇത് ഇവർക്ക് വേണ്ടി ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളും പ്രീമച്യൂർ ആയിട്ടൊക്കെ ആണെങ്കിൽ ഇവരെ മാത്രം കെയർ ചെയ്യാൻ പ്രത്യേകം ഒരു ICU ഹോസ്പിറ്റൽസിലുണ്ട്. നിയോനെറ്റോളജി ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഓക്കെ, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അതിന്റെ പേര്. അത് അതിന്റെ ഫുൾ ഫോം മറക്കണ്ട, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആൻഡ് ICU ഇതാണ്. അപ്പൊ വലിയ ആളുകളൊക്കെ അവർക്കൊക്കെ ഒരു ഓൾറെഡി ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ നമുക്കറിയാം പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകും. കാരണം ഒരു അമ്മയുടെ വയറ്റിൽ അത്രയും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആയിരുന്ന കുട്ടി നമ്മുടെ പ്രകൃതിയിലേക്ക് അല്ലെ, നേച്ചറിലേക്ക് ഇങ്ങനെ ജനിച്ചു വീണ് കഴിയുമ്പോൾ അതൊക്കെ അതിന്റെ അവിടുത്തെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ ICUലൊക്കെ ആണെങ്കിലും മറ്റു പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള പേഷ്യൻസിൽ നിന്നൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ICU. ആൻഡ് മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു പ്രീമച്യൂർ ബേബീസ് ആൻഡ് ഓൾസോ ദ ബേബീസ് വിത്ത് ലോ ബർത്ത് വെയിറ്റ്. ഇവിടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയാ, ലോ ബർത്ത് വെയിറ്റ് എന്ന് വെച്ചാൽ ജനിച്ചപ്പോഴേ തന്നെ വളർച്ച കുറവ്, പിന്നെ ഇൻട്രോട്ടറി ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച മുരടിച്ച കുട്ടികൾ. അതായത് ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോഴും എന്ത് ചെയ്യണം, ഓരോ മാസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഇതിൽ വളർച്ച ഉണ്ടാകും അല്ലെ. പക്ഷെ ചില കുട്ടികൾ അങ്ങനെ വളരാതിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കും പിന്നെ ബർത്ത് ഡിഫക്ട്സ് ഉള്ള കുട്ടികൾക്കും ഒക്കെ കെയറിംഗ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ നിയോനെറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. Then also pediatric surgeries are also performed in this pediatric department. Pediatric departmentil pediatric surgery കുട്ടികൾക്ക് വേണ്ട ചില സർജറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർജിക്കൽ കണ്ടീഷൻസ് അറ്റ് ദ ഏജ് ഓഫ് 15 years, 15 വയസ്സ് വരെ, ഏകദേശം 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ജനിച്ചത് മുതൽ 15 വയസ്സോളം വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർജിക്കൽ കണ്ടീഷൻസിലൂടെയും റിക്കവർ ചെയ്തു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ഇത് ഇന്ന ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ട്. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു ICU ഉണ്ട്, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അതിന്റെ പേര്. ലോ ബർത്ത് വെയിറ്റ്, ബർത്ത് ഡിഫക്ട്സ്, അതുപോലെ തന്നെ ഇൻട്രോട്ടറി ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്കാണ് ഇവിടെ ചികിത്സ കൊടുക്കുന്നത് അല്ലെ. അതൊക്കെ നമുക്ക് അറിയണം, പെട്ടെന്ന് അറിയണം. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർലൈൻ, ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. The Department of General Pediatrics provide comprehensive outpatient and inpatient care for sick infants, children. അത് അണ്ടർലൈൻ ചെയ്യാം. നിയോനെറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ആ ഒരു ഫുൾ ഫോം അതും അണ്ടർലൈൻ ചെയ്യാം. നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ തൊട്ടടുത്ത സെന്റൻസ് മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ബേബീസ് ഹു ആർ പ്രീമച്യൂർ, ലോ ബർത്ത് വെയിറ്റ് വിത്ത് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ബർത്ത് ഡിഫക്ട്സ് അതും അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. കുറച്ചധികം ഉണ്ട്, കാരണം ഇതിനകത്ത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വായിച്ചാലും കിട്ടും. ഇല്ലേ? കിട്ടോ? ഓക്കെ ആണോ? അടുത്തയിലേക്ക് പോട്ടെ ഞാൻ. നിങ്ങൾക്കൊന്ന് വേഗം പറയണം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സൈക്യാട്രി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ,
ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്. അതായത് മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈകാരികമായിട്ടുള്ള ചില എന്താ പറയാ ചില എന്താ പറയാ ഇംബാലൻസ്. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇംബാലൻസ് ആണ്. നമ്മൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ടും എങ്ങനെയാ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോ ഒരു ബസ്സിൽ കയറുമ്പോ അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുന്നോ നമ്മൾക്ക് വി ഹാവ് സം കോമൺ ബിഹേവിയർ. എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു ബിഹേവിയർ, ഒരു പെരുമാറ്റ രീതിയുണ്ട് അല്ലെ? ഇഫ് സം പേഴ്സൺസ് ആർ ബിഹേവിംഗ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാധാരണക്കാരന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബിഹേവ് ചെയ്താൽ നമ്മൾ കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും അല്ലെ? എന്തോ പ്രശ്നം അല്ലെ? അത് എന്തോ ഒരു അബ്നോർമൽ ആയിട്ട് തോന്നുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ ഇമോഷൻസ്. ചില ആളുകൾ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും, പക്ഷെ ചിലര് ഭയങ്കര ഓവറായിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇമോഷൻസ് നമുക്ക് ഹാവ് ടു എന്താ പറയാ റിഫ്ലക്ട്. നമുക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ളതാ ഏത് ഇമോഷനും. ഹാപ്പിനെസ് ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ അല്ലെ, ഏതാണെങ്കിലും ആംഗ്രി ആയിക്കോട്ടെ, ഏതാണ് ഇമോഷൻസ് പുറത്തേക്ക് നമ്മളിൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. പക്ഷെ പ്രകടനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ തോന്നുമ്പോഴാണ് അവിടെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് വിളിക്കുക. then also behavioral പാറ്റേണിൽ, പെരുമാറ്റ രീതിയിൽ, എക്സ്പ്രഷൻസിലൂടെ മാത്രമല്ല നമ്മൾ പെരുമാറുന്നത്. എല്ലാവരും ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മളോട് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ പെരുമാറുന്നു, പക്ഷെ മറ്റൊരാളെ ആരെങ്കിലും അതിൽ വ്യത്യസ്തമായി പെരുമാറുമ്പോൾ നമുക്ക് അങ്ങനെ പറയും അല്ലെ? അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ വിജ്ഞാനപരമായിട്ടുള്ള നമ്മുടെ എന്താ പറയാ നമുക്കൊരു ജ്ഞാനം, ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ട് അല്ലെ, അതിന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് ബിഹേവിയറൽ ഡിസ്റ്റർബൻസുകളൊക്കെ കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, ഒരുപാട് പേർക്ക് അതേപോലത്തെ പനി തന്നെ ഉള്ളവരുണ്ടായിരിക്കും. നമ്മൾക്ക് ചുമയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഒരുപാട് പേർക്ക് സെയിം റീസൺ, ചുമ തന്നെ. എല്ലാവർക്കും എന്താ പറയാ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, കാലാവസ്ഥയുടെ ആകാം, അങ്ങനെയൊക്കെ. ഓക്കെ, എന്നാലും കോമൺ ആണ്. പക്ഷെ ഈ സൈക്യാട്രിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആർ ഡിഫറെന്റ് അല്ലെ, പല രീതിയിലായിരിക്കും. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇത് വന്നത് എന്നൊക്കെ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? ഒരാൾ വരുമ്പോ ആ ആളുടെ അതേ പ്രശ്നം കൊണ്ടല്ല മറ്റൊരാളും ഇതുപോലെയുള്ള ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ഒരു റീസൺ ആയിരിക്കില്ല, റീസൺ മേ ബി ഡിഫറൻസ്. അപ്പൊ എന്ത് ചെയ്യണം? പല റീസൺസിലായിരിക്കും ഇവരൊക്കെ കൊണ്ടുവരാം. അപ്പൊ ഇവരുടെ ആ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും. സോ അതുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഹാവ് ടു ബി ഡൺ. പല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം പേഷ്യൻസിനെ കുറിച്ചിട്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ്, അവരെ ബാധിച്ചിരിക്കുന്ന മെന്റൽ ഇൽനസ് എന്താണ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് അങ്ങനെയാ കണ്ടുപിടിക്കുക. അവരെ പരിശോധിച്ച് ഇങ്ങനെ ഫിസിക്കൽ പരിശോധനകളെക്കാൾ കൂടുതൽ അവർക്ക് വേണ്ട മറ്റ് പല കാര്യങ്ങളാണ്. എന്ത് ചെയ്യും? അതിനകത്ത് കൊടുക്കുന്ന സർവീസസ് ആണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവർക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള സേവനങ്ങളും ഈ ഒരു സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഇവർക്ക് ഇത്തരം പേഷ്യൻസിനെ കൊണ്ടുവന്ന് ആളുകൾ ഇന്ന സുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആള് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവരുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ബി ഗിവൺ സം സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആരെങ്കിലും എടുത്ത് കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന്, ഇവര് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഓരോ മൂവ്മെന്റിൽ നിന്ന്, ഇവരുടെ ബിഹേവിയറിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി? കൗൺസിലിംഗിലൂടെ. ആൻഡ് അതനുസരിച്ച് ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഡയഗ്നോസിസ് ആൻഡ് ഓൾസോ ട്രീറ്റ് ദാറ്റ് സൈക്യാട്രിക് ഇൽനസ്. അതനുസരിച്ച് ആ പേഷ്യന്റിനെ നോക്കുന്നു, പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നു. അവരുടെ എന്താണ് രോഗം എന്നുള്ളത് ട്രീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, then also they have to also conduct IQ test. ഇവർക്ക് വേണ്ടിയിട്ട് ഇത്തരം പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ മിക്കവാറും IQ ടെസ്റ്റുകൾ നടത്താറുണ്ട്. IQ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്റലിജൻസ് കോഷ്യന്റ്, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. അപ്പൊ IQ ടെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് മരുന്നുകളും പ്രൊവൈഡ് ചെയ്ത്, ആൻഡ് ഓൾസോ അവിടെ തീരുന്നില്ല, അസുഖത്തിന്റെ ആ ട്രീറ്റ്മെന്റ് അവിടെ തീരുന്നില്ല. Some patients have to be given de-addiction services. മിക്കവാറും എല്ലാവരെയും ഇത്തരം മെന്റൽ ഡിസ്റ്റർബൻസുകൾ ഉള്ള ആളുകൾക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇവർക്ക് വീണ്ടും അത് വരാതിരിക്കാൻ പ്രിവെന്റ്
ഇനി ഇതുപോലെയുള്ള ഇഷ്യൂസ് അവർക്ക് ചില ആളുകളിൽ അങ്ങനെയാണ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു കാര്യം അങ്ങനെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ചില എന്താ പറയാ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം ഇവർ ഇങ്ങനെ മെന്റലി ഡിസോർഡർ ആക്കിയത്, എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ആയിരിക്കാം, എവിടെന്നെങ്കിലും ഒരു വീണതായിരിക്കാം, അങ്ങനെ തലയിലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടത് കൊണ്ടായിരിക്കാം, മേ ബി ഓൾസോ ഡ്യൂ ടു സം അഡിക്ഷൻ. ചില ആളുകളിൽ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള കാരണം അഡിക്ഷൻസ് ആണ്, എന്തിനോടെങ്കിലുമുള്ള അമിതമായിട്ടുള്ള ഒരു എന്താ പറയാ സമീപനം, അല്ലെ? എന്തിനോടും ആകാം. അഡിക്ഷൻസ് നമ്മൾ കണ്ടു പറയും എന്തിനാ മദ്യത്തിന് അടിമയാകുക, അഡിക്ഷൻ മദ്യത്തിന്. പക്ഷെ ഇന്നതൊക്കെ മാറി ഒരുപാട് മറ്റ് അഡിക്ഷൻസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നിന്നും ഉണ്ടാകാവുന്ന അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്, അതിന്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ആകാം ഈ പറയുന്ന രോഗം. സോ അങ്ങനെയുള്ളവരെ ആ അഡിക്ഷൻസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഡി അഡിക്ഷൻ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് അണ്ടർ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ കൊണ്ടുപോയി ആക്കി അവരെ ആ ഒരു എന്തിലാണോ അവർ പെട്ടുകിടക്കുന്നത് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് രോഗമൊക്കെ ഒരുവിധം ഭേദമാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള മറ്റു ആളുകൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില ഒക്യുപ്പേഷൻസ് കൊണ്ട് അങ്ങനത്തെ ഡിഡിക്ഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ, അപ്പൊ അവര് ആ ചിന്തകളിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് വരുന്നു. അവരുടെ ഡെയിലി റുട്ടീനൊക്കെ കൃത്യമായിട്ട് വരുന്നവരെ അവർക്ക് കുറച്ച് നാള് അവിടെ ആ ഒരു ട്രീറ്റ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ലല്ലോ? ആ 4 പോയിന്റ് ഇല്ലേ സർവീസസ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന 4 സർവീസസും ഇമ്പോർട്ടന്റ് ആണ്. പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, കണ്ടക്ടിംഗ് IQ ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡിംഗ് ഡി അഡിക്ഷൻ സർവീസസ്. 4 പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. First sentence, psychiatry is the branch of medicine that deals with the diagnosis, treatment and prevention of emotional, behavioral and cognitive disturbance. Cognitive disturbance എന്ന് പറഞ്ഞാൽ വിജ്ഞാനപരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് ക്ഷതം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ? പഠിച്ചാ ഒത്തന്നെ പഠിച്ചു പോകാന്നുള്ളത് വേറെ ദിവസത്തേക്കേ വെക്കാനില്ല. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ് ഈസ് പൾമനോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറച്ച് റണ്ണിങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്, അല്ലെ? മനുഷ്യന്മാർക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടപ്പറപ്പായിട്ട് വരുന്ന ഒരു സാധനമാണ് പനി. വന്നു കഴിഞ്ഞാൽ പനിയൊക്കെ ചിലപ്പോ മരുന്നൊക്കെ കഴിച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം തീരും. പക്ഷെ ഒരെണ്ണം അവിടെ ബാക്കി നിർത്തിയിട്ട് ആ പനി അങ്ങോട്ട് പോയിക്കളയും. അതായതാണ് അതെന്ത് സാധനമാണ്? ചുമ. യെസ്, വെരി ഗുഡ്. അതെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാനുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കണേ. അതെ, ശ്വാസം മുട്ടും ചുമയൊക്കെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച നമുക്ക് പനിയൊക്കെ വന്നു ചുമ, പക്ഷെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. മൈൻഡ് ചെയ്താൽ അത് നമ്മളുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും. മൈൻഡ് ചെയ്തിരുന്നാലേ കുഴപ്പമുള്ളൂ. യെസ്, സോ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് lungs and respiratory system. നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള സമ്പ്രദായവും ലങ്സ് ശ്വാസകോശവും സംബന്ധിക്കുന്ന കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത്തരം ഡിസീസസ് ആ ഭാഗങ്ങളെ ബാധിക്കുന്ന, ശ്വാസകോശത്തെ ബാധിക്കുന്ന, ശ്വസനവുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. ഈ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന് വേറെ പേരുണ്ട്, കുറച്ച് പേരുകളുണ്ട്. ലെറ്റ്സ് സീ, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ഇങ്ങനെയൊക്കെ വിവിധ പേരുകളിൽ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ റെസ്പിറേറ്ററി മെഡിസിൻ എന്നോ അല്ലെങ്കിൽ റെസ്പിറോളജി എന്നോ ഒക്കെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ചെസ്റ്റ് മെഡിസിൻ ഇതപ്പോ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് എന്താ പറയാ മറ്റ് പേരുകളാണ്. ഓക്കെ, മറക്കണ്ട. റെസ്പിറോളജി, പൾമനോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ കേട്ടാൽ ഇതെല്ലാം സെയിം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് കോമൺലി ഇറ്റ് ട്രീറ്റ്സ് ഡിസീസസ് ലൈക്ക് എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്? അലർജി പ്രോബ്ലംസ്, അല്ലെ? ഈ ചില ആളുകൾക്ക് എന്താ പറയാ അലർജി, പല എന്തെങ്കിലും കാര്യങ്ങളോട് അലർജി. അപ്പൊ ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഇങ്ങനെ ചുമ കൂടി അത് ബ്രോങ്കൈറ്റിസ് ആയി മാറും. ബ്രോങ്കൈറ്റിസ്, പിന്നെ ലങ്സ് ക്യാൻസർ, ഇത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ക്യാൻസർ. ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്.
And also the specialist doctor who handles pulmonology department is known as pulmonologist. Pulmonology department handle ചെയ്യുന്ന doctor, specialized ആയിട്ടുള്ള ഡോക്ടറുടെ പേരാണ് pulmonologist എന്ന് പറയുന്നത്. ഇവര് especially they focus on the conditions of ഇവര് സാധാരണയായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ചെസ്റ്റ്, നെഞ്ച്, പർട്ടിക്കുലർലി നെഞ്ചില് ബാധിക്കുന്ന മറ്റൊരു രോഗമുണ്ട് ന്യൂമോണിയ അല്ലെ, ഇങ്ങനെ കൂടി ചില ആളുകളിലേക്ക് അത് ന്യൂമോണിയ ആയിട്ട് മാറുന്ന ഇതൊക്കെയുണ്ട്. ആസ്തമ, ട്യൂബർക്കുലോസിസ്, TB. പണ്ടൊക്കെ അതൊരു കോമൺ ഡിസീസ് ആയിരുന്നു TB എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അത്രയധികം നമുക്ക് കാണാനില്ല, റയർ കേസസ് ഒക്കെയാണ്. പിന്നെ ഓൾസോ കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ്, അതെ, അതായത് കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ പൾമനോളജി ഡിപ്പാർട്ട്മെന്റില് ഇതുപോലെ ഒരുപാട് നമ്മുടെ ചെസ്റ്റിന് വരുന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടീഷൻസ് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂമോണിയ, ആസ്തമ, ട്യൂബർക്കുലോസിസ് ആൻഡ് ഓൾസോ കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ആർ ട്രീറ്റഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനെ ബാധിക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നു, പിന്നെ ഏതൊക്കെ രോഗങ്ങളെയാണ് ഇത് എന്താ പറയാ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൾമനോളജിസ്റ്റ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള എന്താ പറയാ ഡോക്ടേഴ്സ് ആണ്. അവര് ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ചെസ്റ്റിനെ സംബന്ധിക്കുന്ന പല അവസ്ഥകളും ചില ഡിസീസസും ഒക്കെയാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി അവർ ഫോക്കസ് ചെയ്യുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ന്യൂമോണിയ, ആസ്തമ, ട്യൂബർക്കുലോസിസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കൊന്നും അടയാളപ്പെടുത്താനില്ലാത്തതില്ല, എല്ലാം അടയാളപ്പെടുത്താം. ഫുൾ ആ ഒരു പാരഗ്രാഫിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൂടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്രയധികം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചിലപ്പോൾ അധികം എക്സ്പീരിയൻസ് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. പക്ഷെ എങ്കിലും എന്താ പറയാ നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അല്ലെ. ഇറ്റ് ഈസ് മെഡിസിൻ വിച്ച് ഫോക്കസ് ഓൺ ദ സർജിക്കൽ റിപ്പയർമെന്റ് ഓഫ് ദ ഡിഫക്ട്സ് of or any functions of any human body. മനുഷ്യന്മാരുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിനോ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളോ ഉണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. സർജിക്കൽ സ്പെഷ്യാലിറ്റി നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങില്, നമ്മുടെ ബോഡിയുടെ രൂപത്തില്, അതായത് സ്ട്രക്ചറൽ രൂപത്തില് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. പക്ഷെ ഈ പ്ലാസ്റ്റിക് സർജറിയിലെ രണ്ടായിട്ട് തരംതിരിച്ചിട്ട് രണ്ട് രീതിയിലുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്ന്. രണ്ട് സബ് സ്പെഷ്യാലിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് കോൾഡ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഒന്നാമത്തെ, ആൻഡ് ദ സെക്കൻഡ് വൺ കോസ്മെറ്റിക് സർജറി. ഒന്നാമത്തേത് എന്താ? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആണ്. ഇത് എന്ന് പറയുന്നത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് വണ്ണില്, അതായത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയില് ഇറ്റ് ഈസ് എ സർജറി വിച്ച് കറക്ട്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘടനയില് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ചിലപ്പോ ചില ആളുകളുടെ എന്താ പറയാ ഈ ചുണ്ടിന്റെ അവിടേക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ കഴുത്തിന്റെ ഘടന, കഴുത്ത് സാധാരണ ഇരിക്കുന്ന പോലെയല്ല, കുറച്ച് ചെരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കൈയിലെ വിരലുകളോ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയിലായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഷേപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഫങ്ഷൻസിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നതാണ്, എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് റീകൺസ്ട്രക്റ്റീവ്. എന്തെങ്കിലും പോരായ്മകളുണ്ട്, അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് വേറെ ഒരാളുടേതെങ്കിൽ അങ്ങനെ ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ വരാം. ഓക്കെ, but the second one, that is cosmetic surgery എന്ന് പറയുന്നത്, it is a surgical aspect which includes the enhancement or the appearance of our body. നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ ഒന്നുകൂടി എന്ത് ചെയ്യാ, വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സർജറി പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചോ എന്ത് ചെയ്യുന്നു, അവിടെ കറക്റ്റിംഗ് അല്ല, അത് കറക്റ്റിംഗ് അല്ല. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വിരല് എന്തെങ്കിലും മറ്റു വിരലുകളെ അപേക്ഷിച്ച് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അതൊരു റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ഞാൻ അതിനെ മാറ്റുന്നത്. കാരണം എല്ലാവരുടെയും ഇതിൽ നിന്നും വ്യത്യസ്തത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷേ
ഈ കോസ്മെറ്റിക് സർജറിയിൽ നമ്മുടെ അപ്പിയറൻസിനെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള നമ്മളുടെ സൗന്ദര്യം ഒന്ന് എൻഹാൻസ് ചെയ്യുക, ഒന്ന് ഇംപ്രൂവ് ആക്കുക, സൗന്ദര്യം ഒന്ന് വർദ്ധിപ്പിക്കണം. അങ്ങനെ വേണ്ടിയിട്ട് ഉള്ള ഒരു സർജറിയിലൂടെയോ മെഡിസിൻസിലൂടെയൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ഉള്ള സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത്, മറ്റൊന്ന് നമുക്കുള്ള ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ? എല്ലാവരെയും സംഭവം ഒന്നില്ലല്ലോ. ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ പോയി നടക്കണോ? ഞാൻ ഇതൊക്കെ കേൾക്കണ്ട. അങ്ങനെ നടന്നൊക്കെ കേൾക്കുന്നവരുണ്ടോ? ഇല്ല. ഓക്കെ, യെസ്, അതാണ് വേണ്ടത്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോട്ടെ എന്നാ. അതിനർത്ഥം അണ്ടർലൈൻ ചെയ്ത കേട്ടോ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പ്ലാസ്റ്റിക് സർജറിയില് ഇറ്റ് ഈസ് എ സർജിക്കൽ, ഇറ്റ് ഈസ് എന്ന് പറഞ്ഞല്ല പഠിക്കേണ്ടത്. Plastic surgery is a surgical specialty in medicine that focuses on surgical repair of defects of form or function of any human body. ഇനി അതിനകത്ത് ആ ബാക്കി രണ്ടെണ്ണവും പഠിക്കണം. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്താണെന്നും കോസ്മെറ്റിക് സർജറി എന്താണെന്നും അതും വേറെ പഠിക്കണം. ഒന്ന് വായിച്ചു നോക്കൂ. ഒരു മിനിറ്റ്, ഒന്ന് വായിച്ചേ. നോക്കിയോ, വായിച്ചോ? ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് നോക്കാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. യൂറോളജി ആൻഡ് ആൻഡ്രോളജി. Okay, the branch of medicine which focus on surgical and medical diseases of male and female urinary tract system. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് മൂത്രാശയ സമ്പ്രദായം ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ അത് എന്താ പറയാ, അരിച്ചു വരുന്നത് മുതൽ അത് പുറത്തേക്ക് പോകുന്നത് വരെയുള്ള, യൂറിൻ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കളയുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സിൽ ഒരുപാട് ഓർഗൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഒക്കെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിൽസിനായിക്കോട്ടെ ഫീമെയിൽസിനായിക്കോട്ടെ. അപ്പൊ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മെയിൽസിലും അതെ ഫീമെയിൽസിലും അതെ. ആൻഡ് ഓൾസോ മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാധിക്കുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പഠിച്ചിരുന്നു. വിച്ച് ഈസ് ദാറ്റ്? ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമുക്കറിയാം. ഏതാ അത്? പറ വേഗം, വേഗം ടൈപ്പ് ചെയ്യും. ആരുമില്ല പറയാൻ? യെസ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഗൈനക്കോളജി അത് ഫിമെയിൽസിനാണ്. പക്ഷെ ഫിമെയിൽസിന് മാത്രമല്ലല്ലോ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാ, രണ്ട് ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ യൂറോളജിയില് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൽ ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റവും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും എന്താ പറയാ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന യൂറോളജി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഓർഗൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഓർഗൻസിനെ ബാധിക്കുന്ന എന്താ പറയാ അസുഖങ്ങൾ ഇവിടെ ഭേദമാക്കും. യൂറോളജിയിലുള്ള നമ്മുടെ ഓർഗൻസ് എന്ന് പറയുന്നത് കിഡ്നി, അഡ്രിനൽ ഗ്ലാൻസ് അല്ലെ. കിഡ്നി എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ അരിച്ച് ഇതാക്കി മാറ്റണമല്ലോ. അപ്പൊ കിഡ്നി, അഡ്രിനൽ ഗ്ലാൻസ്, അതുപോലെ തന്നെ യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേക്ക, മൂത്രാശയം, അതുപോലെ മൂത്രനാളി,
അല്ലെ? ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ മെയിൽ യൂറിനറി ഉണ്ടാകുന്ന പലതരത്തിലുള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സംബന്ധിക്കുന്ന പല അവയവങ്ങളുണ്ട് അവരുടെ മെയിൽസിന്റെ പുരുഷന്മാരുടെ എന്താ പറയാ പ്രത്യുൽപാദന സമ്പ്രദായത്തിലെ ചില ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ്. ഇതെല്ലാം യൂറിനറി ബ്ലാഡർ, യുറേത്ര, അതുപോലെ തന്നെ യുറേറ്റേഴ്സ്, അഡ്രിനൽ ഗ്ലാൻസ്, കിഡ്നി കൂടാതെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം ഈ പറയുന്ന യൂറോളജി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി മാത്രമല്ല യൂറോളജി ഓൾസോ പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് സച്ച് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു രോഗമാണ് അല്ലെ? ഇനി മാത്രമല്ല ഇതിനൊക്കെ സർജറീസ് വേണമെങ്കിൽ സർജറി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാഡറിനൊക്കെ ഇത് മൂത്രമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ബ്ലാഡർ ഉണ്ടല്ലോ അതിന്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പുരുഷന്മാരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ പെട്ട ഒരു ഓർഗനാണ് പ്രോസ്റ്റേറ്റ്. അതിനകത്ത് ക്യാൻസേഴ്സ് വരുമ്പോൾ അതിന്റെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കും. ചിലപ്പോൾ ഇത് കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് അത് പോകും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ്, പിന്നെ കോൺജെനിറ്റൽ കണ്ടീഷൻസ് ഓർ കോൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ്, അതായത് ജന്മനയുള്ള ചില പ്രശ്നങ്ങൾ. ചിലപ്പോൾ ജനിച്ചപ്പോഴേ തന്നെ ചില ആളുകൾക്ക് ഇത്തരം സംഭവങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഉണ്ടാകാം. അത് പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി, വളരെ ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന വലിയ ഇഞ്ചുറീസ്, ഇതൊക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ അവയവങ്ങളെയാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളതും വ്യത്യസ്തം എന്താ പറയാ സെപ്പറേറ്റ് ചെയ്ത് അവര് പറഞ്ഞിട്ടുണ്ട്. യൂറിനറി ട്രാക്ട് സിസ്റ്റത്തെ സംബന്ധിക്കുന്നതാണ് മെയിൽസ് ആൻഡ് ഫീമെയിൽസിനെ, അതുപോലെ തന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ, കൂടാതെ അത് ഏതൊക്കെ ഓർഗൻസിനെയാണെന്ന് കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഹലോ, പോയാ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞോട്ടെ, യൂറോളജി ഓർഗൻസ്. പിന്നെ ആ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കിഡ്നി, അഡ്രിനൽ ഗ്ലാൻസ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. പിന്നെ യൂറോളജി എന്തൊക്കെ കാര്യങ്ങളാണ്, മെഡിക്കൽ കണ്ടീഷൻസ് ആണ് മാനേജ് ചെയ്യുന്നത് അടുത്ത സെന്റൻസിൽ പറയുന്നത്. യൂറോളജി കമ്പൈൻസ് ദ മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മാനേജ്മെന്റ് ഓഫ് സർജിക്കൽ കണ്ടീഷൻ സച്ച് ആസ് ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺസ്, കോൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ട്രോമാറ്റിക് ഇഞ്ചുറി. ഒന്ന് വായിച്ചു നോക്കാമോ? അത് ആ യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചോ? സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ ഹോസ്പിറ്റലിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഹോസ്പിറ്റൽസിനെ ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ട്, പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ 3 ഹെഡ്സിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ്. അതിൽ മെഡിക്കലിൽ വരുന്നതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ്, കുറച്ച് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഇത്രയും നേരം ക്ലാസ്സുകളിൽ പഠിച്ചത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്ത ടോപ്പിക് നമുക്ക്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മനസ്സിലായല്ലോ.
ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഫങ്ഷൻസും ഓപ്പറേഷൻസും ആണ്. എല്ലാം കൂടി ഒന്നല്ല, പല രീതിയിലാണ്. അപ്പൊ ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഏത് ഓർഗൻസിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്കറിയാം, വി ആർ ഗോയിങ് ടു മാനേജ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ being a hospital administrator, we have to know which all departments are functioning in a hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നെങ്കിലും നമ്മൾ അറിയണം. ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കുഞ്ഞറിവെങ്കിലും നമ്മൾ വേണം. നമ്മൾ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടേഴ്സ് ചെയ്യുന്ന പണിയോ നഴ്സസ് ചെയ്യുന്ന പണിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം, വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല എങ്കിലും ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ക്ലാസിഫിക്കേഷൻ, ഹോസ്പിറ്റൽസിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മള് അവിടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതിനെ തന്നെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്, ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെ 4 പക്ഷെ അത് നമ്മൾ ഓൾറെഡി ആ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു. ആ ടേബിളിനകത്ത് അങ്ങനെ കൃത്യമായിട്ട് ജനറൽ, തെറാപ്യൂട്ടിക്, ഇൻഫോർമേറ്റീവ്, ഡയഗ്നോസ്റ്റിക് എന്ന വിഭാഗത്തിൽ ഏതൊക്കെ വരും എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് അതങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതെല്ലാം കൂടി ഒരുമിച്ചാണ് പഠിക്കുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിലെല്ലാം വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ലെറ്റ്സ് സീ, ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ്കീപ്പിംഗ്, dietary service departments, IT and communication, medical social service, physiotherapy, medical maintenance and engineering, purchase departments, material management. അപ്പൊ ഇത് നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിന്റെ മറ്റ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് ഇനി പഠിക്കാനും. ഏതൊക്കെയാ? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ്കീപ്പിംഗ്, ഡയറ്ററി സർവീസ്, IT and communication, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് കുഞ്ഞു എക്സ്പ്ലനേഷൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അറിയാം എന്തൊക്കെയാണ്, എന്താണ് ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാ? ക്ലിനിക്കൽ ലബോറട്ടറീസ്. ഓക്കെ, നമുക്കറിയാം വീണ്ടും നമ്മൾ എന്താ പറയാ, എല്ലാവരും പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലബോറട്ടറി, ലാബില് അല്ലെ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അസുഖം വരുമ്പോ യൂറിൻ ടെസ്റ്റ് ചെയ്യാനെങ്കിലും കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ അകത്തേക്കൊന്നും നമ്മൾ വളരെ കയറി കാര്യങ്ങൾ നമുക്ക് അറിയില്ല. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന യൂറിനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവരെടുക്കുന്ന ബ്ലഡോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സോ ടെസ്റ്റിംഗ് അല്ലെ, അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യണേ, ഇറ്റ് ഈസ് ടു അസിസ്റ്റ് ദ ഫിസിഷ്യൻ ഓർ ടു understand what further treatment have to be provided to the patients. അതായത് ഒരു ചില അസുഖങ്ങൾ ഇങ്ങനെ നമ്മുടെ ഫിസിക്കലി മറ്റേ സ്റ്റെതസ്കോപ്പ് വെച്ച് ഒക്കെ നോക്കി ഫിസിക്കലായിട്ട് ടെസ്റ്റ് എന്താ പറയാ എക്സാമിൻ ചെയ്തതുകൊണ്ട് ആളുടെ രോഗം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ പനി വന്നു, ഇപ്പോഴത്തെ പനിയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു 5-6 ദിവസമൊക്കെ പനിക്കും, നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് പനി തന്നെ. പക്ഷെ ആ പനി വന്നു, പിന്നെ അത് മരുന്നിന്റെ കോഴ്സ് കഴിഞ്ഞപ്പോ വീണ്ടും വരുന്നു. അപ്പൊ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റഡ്ലി നെക്സ്റ്റ് വീക്കുകളിലൊക്കെ വരുമ്പോ ഡോക്ടേഴ്സിന് ചിലപ്പോൾ മനസ്സിലാകും, എന്താ പറയാ, ഇത് ശരിക്കും പനി മാത്രമായിരിക്കില്ല, മേ ബി സം അതർ റീസൺ, ആളുടെ ശരീരത്തിനകത്തുള്ള മറ്റേതെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഈ ആൾക്ക് രോഗം മാറാതെ പനിയായിട്ട് വീണ്ടും. പനി ഒരു സിംറ്റമാണ്, ചില രോഗങ്ങളുടെ ഒരു എന്താ പറയാ സൂചനയാണ് പനി എന്ന് പറയുന്നത് അല്ലെ. മറ്റു പല ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു സിംറ്റം മേ ബി അങ്ങനെ ആയിരിക്കാം, ഒരു ലക്ഷണം തന്നെയായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, അവർ പറയും നമ്മളോട് ഇന്ന ടെസ്റ്റ് ചെയ്യണം, കാരണം പനി മാറില്ലല്ലോ, പനി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, സോ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണം. എന്തെങ്കിലും ടെസ്റ്റ് ഒന്നല്ല, അവർക്കറിയാം എന്ത് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ, സോ ചിലർക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ ഇരിക്കുമ്പോ പനി ഇങ്ങനെ വരും, അലർട്ടിക്കൊണ്ടിരിക്കും, പനി ഇങ്ങനെ 2 ദിവസം പനിക്കുന്നു, വീണ്ടും ചിലർക്ക് രാത്രി മാത്രം പനി, സന്ധ്യ കഴിഞ്ഞപ്പോ കുളിരുക, അതൊക്കെ യൂറിൻ ഇൻഫെക്ഷന്റെ ചില ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നു. അപ്പൊ അതൊക്കെയാണോ, എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യാനാണ്, ഒരു സഹായമാണത്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ദേ ഹാവ് ടു കൺഫേം വാട്ട് ഈസ് ദ പ്രോബ്ലം, ആ പേഷ്യന്റിന്റെ
രോഗം എന്താണെന്ന് കൺഫേം ചെയ്യണം, അതിന് എന്നിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആൻഡ് ദേ ഹാവ് ടു പ്രിവെന്റ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്, ആളുടെ രോഗം തടയണം. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന ടെസ്റ്റ് ചെയ്ത് അത് നോക്കി അതിൽ നിന്നാണ് കൺഫേം ചെയ്യുന്ന ആളുടെ രോഗം എന്താണെന്നും പിന്നീട് എന്ത് മരുന്ന് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റൽസിൽ സാധാരണയായിട്ട് നമ്മുടെ ലാബിൽ നടക്കുന്ന ടെസ്റ്റുകൾ 6 രീതിയിലുള്ള ടെസ്റ്റുകളാണ്. ഹോസ്പിറ്റൽസിന്റെ ക്ലിനിക്കൽ ലാബിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്, ബ്ലഡ് എടുക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡുകൾ, നമുക്കറിയാം മറ്റു ഫ്ലൂയിഡുകളും എടുത്തിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അതെന്തൊക്കെയാണോ. ഓക്കെ, അപ്പൊ അത്തരം സാധനങ്ങൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നടക്കുന്ന ടെസ്റ്റിങ്ങുകൾ, മെയിൻ ഫീൽഡ്സ് ഓഫ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് 6 ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി, നെക്സ്റ്റ് വൺ ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഈ 6 രീതിയിലുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, ക്ലിനിക്കൽ ലാബ്സിൽ നടക്കുന്നത്. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ ഓർഗാനിസംസ്, ലിവിങ് ഓർഗാനിസംസ്, ജീവാണുശാസ്ത്രം, നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അണുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നതാണ് ബാക്ടീരിയോളജി. എന്താന്ന് വെച്ചാൽ നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ബാക്ടീരിയോളജി അതാണ്, അത് ജീവാണു സംബന്ധമായിട്ടുള്ള എന്തോ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ചില ലിവിങ് ഓർഗാനിസംസ് കൊണ്ടുണ്ടാകുന്ന കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. ശരീരത്തിൽ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സിംഗ് ഇത്തരം ഓർഗൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണോ ഈ രോഗം മാറാതെ കിടക്കുന്നത്? സോ ദേ ഹാവ് ടു ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്, ഹിസ്റ്റോളജി ഇതുപോലെ എന്താ പറയാ നമ്മളുടെ ഈ എന്താ പറയാ ഇമ്മ്യൂണിറ്റിയും അതും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിന് നമ്മുടെ ബോഡിക്ക് എങ്ങനെ പ്രതികരിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സെറോളജി എന്ന് പറയുന്നത്. ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെയാണ്. സൈറ്റോളജി എന്ന് പറയുമ്പോൾ സെൽസിന്റെ ഫങ്ഷൻസ്, സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there are 6 മെയിൻ ഫീൽഡ്സ് ഓഫ് ടെസ്റ്റ് ഇൻ ക്ലിനിക്കൽ ലാബ്സ്. ക്ലിനിക്കൽ ലാബിൽ പ്രധാനമായിട്ടുമുള്ള 6 ടെസ്റ്റുകളാണ് ഓർക്കുക: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ക്ലിയർ ആയോ? എന്തിനാ ടെസ്റ്റുകൾ നടത്തുന്നത്? മെഡിക്കൽ സ്റ്റാഫിനെ, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ, സഹായിക്കാൻ. എന്തിന്? ഈ ടെസ്റ്റ് നോക്കി ഇതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഡോക്ടേഴ്സിന് മനസ്സിലാകും ഇന്നതായിരുന്നു ആളുടെ കാരണം, അതുകൊണ്ടാണ് ഈ രോഗം മാറാതെ കിടക്കുന്നത് എന്ന്. അപ്പൊ അത് എന്ത് ചെയ്യാം? അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, അതനുസരിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യാം. വാട്ട് ഈസ് ക്ലിയർ ആയോ? മനസ്സിലായോ? അത് ഫുള്ള് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. അത് ഫുള്ളും നമുക്ക് അറിയാനുള്ളതാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അപ്പൊ നമ്മളുടെ ഡയഗ്നോസ്റ്റിക് സപ്പോർട്ടീവില് ഡയഗ്നോസ്റ്റിക്, അതായത് രോഗം എന്താണെന്ന് എന്താ പറയാ ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കി എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റുകൾ പിന്നീട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 2 ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് നമ്മൾ അന്ന് ആ പെട്ടിയിൽ, ആ ബോക്സിൽ, ഫസ്റ്റ് പേജിലെ ബോക്സിൽ നമ്മൾ കണ്ടിരുന്നു. അതേതൊക്കെയാ? ലബോറട്ടറീസും റേഡിയോളജി. സോ ദ സെക്കൻഡ് വൺ ഈസ് റേഡിയോളജി. രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ നമ്മുടെ ബോഡിയുടെ അകത്തുനിന്ന് ഇതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡ് എടുത്തു വെച്ചിട്ടാണ് ക്ലിനിക്കൽ ലാബില് ടെസ്റ്റ് ചെയ്യുന്നത്. രക്തം, ബ്ലഡ് ആകാം, യൂറിൻ ആകാം, മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡ് ആകാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഏതെങ്കിലും എന്താ പറയാ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ അകത്തുള്ള ഏതെങ്കിലും ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ബോഡിയിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലിനിക്കൽ ലാബ്സിൽ നടക്കുക. ബട്ട് ഇൻ റേഡിയോളജിയിൽ എന്താ? ഇതും ഫിസിഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. എന്താണ്? ആളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. പക്ഷെ ഇറ്റ് ഈസ് ആൻ ഇമേജിംഗ് ടെസ്റ്റ്. ഇവിടെ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്കൊന്നും എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് പകരം എന്ത് ചെയ്യുന്നു? ഇമേജിംഗ് ടെക്നിക്കിലൂടെ നമ്മുടെ ഇൻട്രാവെനസ് വെയിനിന്റെ അകത്ത് വെച്ചിട്ട് എന്താ പറയാ ഇമേജിങ്, അതായത് ക്യാമറാസ് ഒക്കെ നമ്മുടെ ന്യൂക്ലിയർ മെഡിസിനിൽ പഠിച്ചില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. ആ മെഡിസിൻ ആണ് നമ്മൾ അന്നേരം അവിടെ പഠിച്ചത്, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത് ഇമേജിങ്ങിലൂടെ എന്താ പറയാ സ്ക്രീനിൽ ആളുടെ ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇമേജസ് ഉപയോഗിക്കും, സ്കാൻസ് ഉപയോഗിക്കും, റേസ് ഉപയോഗിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അതും ഈ പറയുന്ന ടെസ്റ്റിംഗ് രീതിയാണ്. ഇതും ഫിസിഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആളുടെ രോഗം എന്നൊക്കെ ഇപ്പൊ പുറമേ കൂടി നോക്കിയിട്ടോ ഈ ബോഡി ഫ്ലൂയിഡ്സ് എടുത്തോ അല്ലെങ്കിൽ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്തൊന്നും they cannot understand എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അങ്ങനെ മറ്റൊരു രീതിയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. സോ റേഡിയോളജിയിൽ ഇറ്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ ഇറ്റ് യൂസ് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്സ്, ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ഉള്ള റേസ് ഒക്കെ ശരീരത്തിലേക്ക് ആ രശ്മികൾ ഇങ്ങനെ കടത്തി വിട്ടിട്ടാണ്
അധികം റേഡിയോളജി ചെയ്യുന്നത് ശരിയല്ല നല്ലതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്താ? Because it uses high voltage acceleration. നല്ല പവറും കൂടി ആക്സിലറേഷൻ റേസ് ആണ് ഈ പറഞ്ഞ റേഡിയോ ഐസോട്ടോപ്സ് ആണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത്. സോ ഇറ്റ് കോസസ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള അതിൻ്റെതായ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അതിനുണ്ട്. എപ്പോഴും അത് ചെയ്യുന്നത് ശരിയല്ല. എക്സ്റേസ് പറയാറുണ്ട് ആളുകൾ അല്ലെ, എപ്പോഴും ആ റേസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തുന്നത്. സോ അതിന് ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ ഉണ്ടാകും പിന്നീട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്കത് ചെയ്ത് നോക്കാതെ അണ്ടർസ്റ്റാൻഡ് ഡോക്ടേഴ്സ് മനസ്സിലാവില്ല എന്താണ് രോഗം. ഓക്കെ, സോ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസീസസ് ഇവര് പേഷ്യൻസിന്റെ കണ്ടുപിടിക്കുന്നത് ഫിസിഷ്യൻസ്. സോ അതിന് അവരുപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. അവര് പല രീതിയിലുള്ള എന്താ പറയാ ഉപകരണങ്ങൾ ഈ പറയുന്ന റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഉപകരണങ്ങൾ? എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, സിറ്റി സ്കാൻ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടാകും അല്ലെ? ഇത്തരം മെഷീൻസ് ഇനി ഏതെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അതിന്റെ ഒരു രൂപരേഖ കാണാൻ പറ്റും. ഫോട്ടോസോ വീഡിയോസോ പോലെയൊക്കെ നല്ല വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു വരെ ചിലപ്പോൾ കാണിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത് നമുക്ക് അറിയാൻ വേണ്ടി മാത്രം ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മളുടെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, ഡയഗ്നോസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ എന്താ പറയുക മെഷീൻസ് ആണ് എക്സ്റേ മെഷീൻ, സിറ്റി സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, എക്കോകാർഡിയോഗ്രാം ECG ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അൾട്രാ സൗണ്ട് കളർ ഡോപ്ലർ ആണ്. അതായത് ഇതൊരു സൗണ്ടിന്റെ ഈ എന്താ പറയുക സൗണ്ട് തരംഗങ്ങൾ കടത്തി വിട്ടട്ടെ പെയിൻലെസ് ആയിട്ടുള്ള കുറച്ചുകൂടി ഈസി ടെക്നിക് ആണ് ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി എളുപ്പത്തില് ആ പേഷ്യന്റിന് വേദനയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ സൗണ്ടിന്റെ വേവ് മറ്റൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, രോഗം തിരിച്ചറിയുന്ന ഒരു രീതി. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തൊക്കെ പുതിയ അറിവാണല്ലേ. നമ്മള് ശരിയാണ് ചിലപ്പോഴൊക്കെ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതെന്ന് എല്ലാം നമുക്കറിയില്ല. അപ്പൊ ഓർക്കുക, ഇത്രയും മെഷീൻസ് ഒക്കെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതാണ് അവരത് കണ്ടുപിടിക്കാൻ. പക്ഷെ മറ്റേത് ലാബിനകത്ത് ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പ്, അവരുടെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളൊക്കെ ആവശ്യമുള്ളൂ. പല രീതിയിലുള്ള മൈക്രോസ്കോപ്സ് തന്നെ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് അവര് അതിന്റെ ബോഡി ഫ്ലൂയിഡോ ബ്ലഡോ യൂറിനോ ഒക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ഡോക്ടേഴ്സിന് കൈമാറുന്നു. അതനുസരിച്ച് ഡോക്ടർമാർക്ക് വീണ്ടും ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. റേഡിയോളജിയിലും അങ്ങനെ തന്നെ റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ച് ഇമേജിംഗ് ടെസ്റ്റിലൂടെ കണ്ടെത്തുന്നു രോഗം. അതിനുപയോഗിക്കുന്ന മെഷീൻസിന്റെ പേരും മറക്കട്ടെ. എക്സ്റേ മെഷീൻ ഉണ്ട്, സിറ്റി സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, എക്കോകാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ക്ലിയർ? ഇവിടെ മനസ്സിലായോ? ഓക്കെ അല്ലേ? റേഡിയോളജിയിലും അത് ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ ഓക്കെ ആയോ? സോ ഇന്ന് നമ്മൾ കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി വരിക. അടുത്ത ദിവസം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. ദെൻ ഓർത്തോപെഡിക്സ് തുടങ്ങിയാണ്ടോ നമ്മൾ എടുത്തതെന്ന്. ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി, സൈക്യാട്രി, പൾമനോളജി, പ്ലാസ്റ്റിക് സർജറി, യൂറോളജി ആൻഡ് ആൻഡ്രോളജി, പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ റേഡിയോളജിയും അതുപോലെ തന്നെ ക്ലിനിക്കൽ ലബോറട്ടറീസും. അതിന്റെ ഇടയ്ക്ക് ആരോ എന്തോ ചോദിച്ചില്ല, ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചു. യൂറോളജി ആൻഡ്രോളജി സെയിം ആണെന്ന്. അതായത് യൂറോളജിയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റവും അത് മെയിൽസിനും ഫീമെയിൽസിന്റെയും ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും ട്രീറ്റ് ചെയ്യുന്ന യൂറോളജി. ആൻഡ്രോളജിയിൽ അതൊരു ഒറ്റയ്ക്കാണ്, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത് മാത്രം ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ആൻഡ്രോളജി. മനസ്സിലായോ? മെയിൽ അതിനകത്ത് യൂറിനറി ട്രാക്ട് സിസ്റ്റം വരികയാണ്. അതാണ് ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ആൻഡ്രോളജി സോൺലി ഫോക്കസ് ഓൺ ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഏതില് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള പഠനങ്ങൾ നടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ? അത് ചോദിച്ചപ്പോ ഞാൻ അത് കണ്ടിരുന്നു, ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി വെച്ചത്. ഓക്കെ, സോ സീ യു. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു.